നമസ്കാരം. ഇന്നത്തെ ഈ ഹർത്താലിനെക്കുറിച്ച് എന്താണ് പ്രേക്ഷകരുടെ അഭിപ്രായം? ജനജീവിതം വലിയ ബുദ്ധിമുട്ടിലൊന്നും ആയില്ലെങ്കിലും വാഹനങ്ങൾ തടയുന്നു, പലയിടങ്ങളിലായി പല സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരത്ത് 1.5 മണിക്കൂറോളം പ്രധാനപ്പെട്ട റോഡിൽ വാഹനങ്ങൾ തടഞ്ഞിട്ടു. മെഡിക്കൽ ഷോപ്പുകളും ഹോട്ടലുകളും അടക്കം നിർബന്ധിച്ച് അടപ്പിക്കുന്നു. പോലീസുമായി പലയിടത്തും സംഘർഷം. റീജിയണൽ ക്യാൻസർ സെൻ്ററിലേക്ക് പോകാൻ വന്ന ഒരു കുടുംബത്തെ ഇത് 10 ദിവസം മുൻപ് പ്രഖ്യാപിച്ചതാണ്, നിങ്ങൾക്ക് ഇന്നലെ പോയിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുന്നു. ഇവിടെ ദളിത് പിന്നാക്ക പ്രവർത്തകരും ചില സംഘടനകളുമൊക്കെയാണ് ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയമില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഇടപെടലില്ല എന്നാണ് നമ്മളൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത്. ഓർക്കുക, ഇവരെല്ലാം CPM എന്ന സംഘടനയുടെ പ്രവർത്തകരാണ്. അതായത് ഈ ഹർത്താലിൽ പങ്കെടുക്കുന്ന സംഘടനകളൊക്കെ തന്നെ CPMന് വേണ്ടി പ്രവർത്തിക്കുന്ന, CPMൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന സംഘടനകളാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതായത് ഇതൊരു CPM സ്പോൺസേഡ് ഹർത്താലാണ്. പക്ഷേ അവർക്കത് പുറത്തു പറയാൻ സാധിക്കില്ല. മെയ് 20-ാം തീയതി വരെ CPMൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളത്തിലെ ഭരണത്തിൽ ഉള്ളത്. അതുകൊണ്ട് ഇതൊരു സർക്കാർ സ്പോൺസേഡ് ഹർത്താൽ തന്നെയാണ്. പക്ഷേ എന്തിനു വേണ്ടിയാണ്? ഈ നിധിൻ രാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ മരണം, അത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ്. കണ്ണൂർ ജില്ലയിൽ മാത്രം ഒരു ഹർത്താൽ നടത്തിയാൽ പോരായിരുന്നു. ആ കോളേജിലേക്ക് ഒരു മാർച്ച് നടത്താനോ ആ കോളേജിനെതിരെ തിരിയാനോ ഒന്നും തന്നെ ഇവർക്കാർക്കും സാധിക്കില്ല എന്നതാണ്. കാരണം അതൊരു സ്വകാര്യ മാനേജ്മെൻറ്റ് കോളേജാണ്. അവിടെ അതുമായി ബന്ധപ്പെട്ട അധ്യാപകരെ, നിധിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണം നേരിടുന്ന അധ്യാപകരെ അടക്കം അവർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. പോലീസ് കൃത്യമായി ഇടപെടുന്നുണ്ട്, കൃത്യമായി അന്വേഷണം നടക്കുന്നുണ്ട്. എന്നിട്ടും എന്തിനാണ് ഈ ഹർത്താൽ എന്ന ചോദ്യമാണ് ഇവിടെ വരുന്നത്. ഇത് CPMൻ്റെ ഒരു ഗെയിം പ്ലാനാണ്. അതായത് CPM എപ്പോഴും പിന്നാക്കക്കാരുടെ കൂടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ CPM ഈ ഹർത്താൽ സ്പോൺസർ ചെയ്തിരിക്കുകയാണ്, ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിരിക്കുകയാണ്. കുറേ വിഭാഗം പിന്നാക്ക പ്രവർത്തകരിലും അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട പ്രവർത്തകരിലെങ്കിലും CPM എന്ന് പറയുന്ന പാർട്ടി തങ്ങളുടെ കൂടെ ഉണ്ട് എന്ന തോന്നൽ ജനിപ്പിക്കാനും ഇല്ലാത്ത ക്രെഡിറ്റ് അടിച്ചെടുക്കാനും ശ്രമിക്കുകയാണ് CPM എന്ന രാഷ്ട്രീയ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഹർത്താൽ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട CPM നേതാക്കൾ ആരെങ്കിലും പ്രതികരിച്ചതോ അല്ലെങ്കിൽ അവർ ജനജീവിതം ഇത്തരത്തിൽ തടസ്സപ്പെടുത്തരുത്, ഒരു അനാവശ്യ ഹർത്താലാണ്, ഇത്തരത്തിൽ ചെയ്യരുത് എന്ന് പറയാനോ ആരും തയ്യാറായിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. എന്തായാലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന പാർട്ടിയും സർക്കാരും അതുപോലെ ചില സംഘടനാ പ്രവർത്തകരുമൊക്കെ ചേർന്ന് ഈ ഹർത്താലിനെ സത്യം പറഞ്ഞാൽ ജനങ്ങൾക്കെതിരെ ഉള്ള അല്ലെങ്കിൽ ജനജീവിതത്തിനെതിരെയുള്ള ഒരായുധമാക്കി ഇവരൊക്കെ ഈ ഹർത്താലിനെ മാറ്റിയിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സ്വദേശി തന്നെയായ സിദ്ധാർത്ഥൻ മരിച്ചപ്പോൾ നമ്മളാരും ഹർത്താലോ മറ്റു കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. അതിൻ്റെ അന്വേഷണം എവിടം വരെ എത്തിയെന്ന് കണ്ടില്ല. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലാണ് ആ കുട്ടി ക്രൂരമായ മർദ്ദനമേറ്റ് ആത്മഹത്യ ചെയ്തത്, മനംനൊന്ത് ആത്മഹത്യ ചെയ്തത്. ഇവിടെ ഇത്തരത്തിൽ വിദ്യാഭ്യാസ രംഗം CPM ഭരിക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗം ആകെ കലുഷിതമാകുന്നു. കുട്ടികളുടെ ജീവന് പോലും ഭീഷണി ഉയർത്തുന്ന രീതിയിൽ ഇവിടെ പലരും പെരുമാറുന്നു. പലരും വിദ്യാർത്ഥികൾക്ക്, ജനങ്ങൾക്ക് എതിരെ നിൽക്കുന്നു. എന്നിട്ടും CPM തന്നെ ഹർത്താലിന് സ്പോൺസർ ചെയ്ത് കുറേ ദളിത് സംഘടനകളെയൊക്കെ ഇറക്കി ഈ പരിപാടി ഒരാഘോഷമായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്, സാധാരണക്കാരാണ് ബുദ്ധിമുട്ടുന്നത്, രോഗികളാണ്, വിദ്യാർത്ഥികളാണ്, കച്ചവടക്കാരാണ് ബുദ്ധിമുട്ടുന്നത്. KSRTC ബസ്സുകൾ പലയിടത്തും തടഞ്ഞു. സർക്കാർ സംവിധാനങ്ങൾ ഒക്കെ തന്നെ ഇവിടെ തടയപ്പെട്ടു. ഇതൊക്കെ തന്നെ CPM തന്നെ സ്പോൺസർ ചെയ്യുകയാണ്. നേരത്തെ പണിമുടക്ക്, അഖിലേന്ത്യാ പണിമുടക്കിൻ്റെ സമയത്ത് നഷ്ടം വരികയാണെങ്കിൽ അങ്ങ് നഷ്ടം വന്നോട്ടെ എന്ന് KB ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ ഇടതുപക്ഷം സ്പോൺസർ ചെയ്ത ദേശീയ പണിമുടക്കായിരുന്നു. കേരളത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് വേറൊരു കാര്യം. ജനങ്ങളെ സേവിക്കുന്നതിന് പകരം ജനങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും പൊതുപ്രവർത്തകരും എന്ന് വീണ്ടും തെളിയിക്കുന്ന ഒരു പരിപാടി കൂടിയായിപ്പോയി ഈ ഹർത്താൽ എന്ന് പറയാതെ വയ്യ.